സോണിയുടെ ZV-E10 എന്ന് പറഞ്ഞ മിറർലെസ് ക്യാമറയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സോണി ഇറക്കിയ മോഡലായിരുന്നു. ഇത് ഓൾമോസ്റ്റ് 2 കൊല്ലം ആയതുണ്ട്. ഞാൻ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട്. ഡാമേജസോ സ്ക്രാച്ചസോ ഒരു സംഭവങ്ങളും ഇല്ല. 2900 ഷട്ടർ കൗണ്ട് ആയിട്ടുള്ളൂ. ചെറുതായിട്ട് നമ്മുടെ താഴെയായിട്ട് ഇവിടെ ചെറുതായിട്ട് പെയിന്റ് പോയിടുന്നല്ലാണ്ട് ഇവിടെ ഉണ്ട്. അത് നമ്മൾ ഈ ട്രൈപോഡിൽ വെക്കുന്ന കാരണമാണ്. അത് ആ സാധനം തന്നെ തിരിഞ്ഞിട്ട് പോയിക്കുന്നതാണ്. അതല്ലാണ്ട് ഒരു ഡാമേജസോ സംഭവങ്ങളൊന്നുമില്ല. ഫുൾ ബോക്സ് ഫുൾ ബില്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ആയി കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇതിന്റെ പുതിയതിന് 62,000 രൂപയാണ്. ഇത് Mark 1 ആണ്. നിങ്ങൾക്ക് അറിയാം, ZV-E10 Mark 2 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് Mark 1 ആണ്. 62 രൂപയാണ് നമുക്കിതിന് ഫ്രഷ് പീസിന് വരുന്നത്. നമുക്കൊരു 45-46 രൂപയ്ക്ക് നമുക്ക് മുറിക്കാട്ടാം. അപ്പോൾ ഉണ്ടോ, ഫ്രഷ് കണ്ടീഷനാണ്. ഒരു സ്ക്രാച്ച് പോലും കണ്ടില്ല. ആകെ സാധനം ചെറുതായിട്ട് അടയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു നോബ് പൊട്ടിപ്പോയി. ഈ നോബ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. 100 രൂപ കൊടുത്താൽ സോണിയുടെ സർവീസ് സെന്ററിൽ പോയി മാറ്റാൻ പറ്റും. ഈ മൈക്കിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് അത്. അതായത് മിക്ക എല്ലാ സോണിക്കും ഇഷ്യൂ ഉണ്ട്. ബാക്കിയൊക്കെ ഫ്രഷ് ഔട്ട് ഓഫ് ബോക്സ് കണ്ടീഷനാണ്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. സോണി ആൽഫ മോഡലാണ്. ഫോട്ടോസിനായിക്കോട്ടെ, നിങ്ങൾക്ക് സോണിയുടെ ഈ മൗണ്ട് എല്ലാ ലെൻസും ഇതിൽ ഇടാട്ടാ. സോണിയുടെ ഈ എന്താ പറയുക, ആൽഫ മോഡലായിട്ട് ഒരു മിറർലെസ് ക്യാമറയാണ് ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇത് ഫുൾ നമ്മുടെ സ്ക്രീൻ ഗാർഡും ഒക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. കണ്ടോ, ഒരു സ്ക്രാച്ചസോ ഒരു സംഭവം ഇല്ല. നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് പോലെ ഇതിൽ കാണാൻ പറ്റില്ല കേട്ടോ. ആകെയുള്ളൊരു ഇഷ്യൂ ഇത് അടയില്ല മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ഇവരെ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അവിടെ നമ്മുടെ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ 100 രൂപ മാത്രമേ പറഞ്ഞുള്ളൂ. 100 രൂപ പ്ലസ് സർവീസ് ചാർജ് 150 രൂപ വരും മാക്സിമം. അത്ര ഉള്ളൂ. ഇത് ഈ അടപ്പ് മാറ്റാൻ, ഈ മൈക്കിന്റെ അടപ്പേ, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.